ട്രെയിൻഡ് ആക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പം അതിന് എനിക്ക് ഏറ്റവും എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലാണോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞില്ല. പക്ഷെ എന്നാലും ഞാനത് പറയുകയാണ്. അഞ്ജന ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ MBBS അല്ലാത്ത ഒരാളടുത്ത് പോകാറുണ്ട്. ഇല്ല. പക്ഷേ ട്രെയിൻഡ് ആക്ടർ എന്ന് പറയുമ്പോൾ എന്താ ഒരു പുച്ഛം. ട്രെയിൻഡ് ആക്ടർ എന്ന് പറയുമ്പോഴേക്കും അത് ഞാൻ ഒരു പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യൻ്റെ അടുത്തേ പോവുള്ളൂ, ഒരു വ്യാജ ഡോക്ടറിൻ്റെ അടുത്ത് പോവില്ല. പക്ഷേ തിയേറ്റർ ആക്ടർ, ഇപ്പോൾ ട്രെയിൻഡ് ആയ ഒരു ആക്ടറുടെ അടുത്ത് പറയുമ്പോഴേക്കും ഓ മോഹൻലാൽ അഭിനയം പഠിച്ചിട്ടാണോ ഇവിടെ ആക്ടറായത് എന്ന് ചോദിക്കും. ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾ പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്യുന്നേ, നിങ്ങൾ സീരിയസ് ആയിട്ട് അഭിനയത്തെ കാണുമെന്നേ, നിങ്ങൾ സീരിയസ് ആയിട്ട് അഭിനയത്തെ പഠിക്കുമെന്നേ. അപ്പോൾ ഒരു ഡയറക്ടർക്ക് ആവശ്യമുള്ള സാധനം എന്താണെന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. മോഹൻലാല് അഭിനയത്തെക്കുറിച്ച് എത്ര വായിച്ചിട്ടുള്ള ആളുകൾ വളരെ വിരളായിരിക്കും എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു റിയാലിറ്റി. അല്ല, അത് മോഹൻലാലിൻ്റെ പെർഫോമൻസിനും അറിയാമെന്നുള്ളതാണ്. പക്ഷെ മറ്റുള്ളവർ പറയുന്നത് മോഹൻലാൽ പഠിച്ചിട്ടില്ലല്ലോ വന്നതെന്നാണ് ചോദിക്കുന്നത്, വെളിയിൽ നിൽക്കുന്ന ആൾ. പക്ഷെ മോഹൻലാലിന് അറിയാം മോഹൻലാൽ എത്രത്തോളം ഇത് ഗെയിൻ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നന്നായി റീഡിംഗ് ഉള്ള, നന്നായി ആക്ടേഴ്സിനെ മനസ്സിലാക്കിയിട്ടുള്ള, നന്നായി ആക്ടിങ് ഫിലോസഫീസ് മനസ്സിലാക്കിയിട്ടുള്ള, നന്നായി ആക്ടിങ് ടെക്നിക്കൽ മനസ്സിലാക്കിയിട്ടുള്ള രണ്ട് നടന്മാർ മോഹൻലാൽ മമ്മൂട്ടിയാണ്. അവർ പഠിച്ചിട്ടുള്ള, അവർ വായിച്ചിട്ടുള്ള ബുക്സുകൾ എനിക്ക് തോന്നുന്നു വളരെ വിരളമായിരിക്കും. വെളിയിൽ നിൽക്കുന്നവർക്ക് തോന്നും ഈ മോഹൻലാൽ എന്ന് അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് സാർ ഇത്രയും ദിവസം നിൽക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റില്ല.